സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷം. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ. മാർച്ച് മാസത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘട്ട പെൻഷൻ തുക വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത വീണ്ടും എത്തി. ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിക്കഴിഞ്ഞു. മാർച്ച് മാസത്തിലെ 1600 രൂപ വീതം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വീടുകളിലേക്ക് വിതരണം സജീവമാക്കും. വിവിധ സ്കീമുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ 200 രൂപ മുതൽ 500 വരെയുള്ള കേന്ദ്ര വിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും. വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകളിലായിട്ട് 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര വിഹിതം കുറവ് വന്നിട്ടുള്ളത്. പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം ഇതുവരെ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആദ്യ വാരം മുതൽ പെൻഷൻ വിതരണം വീണ്ടും തുടക്കം. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മുതൽ ഗുണഭോക്താക്കൾക്ക് 3 ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും 12,000 കോടി രൂപയുടെ വായ്പ അനുമതിക്ക് പിന്നാലെ 6,000 കോടി രൂപയുടെ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ അടക്കം വിതരണം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് 1600 രൂപയും കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. കൂടുതൽ ഇതുപോലുള്ള ഇൻഫർമേഷൻ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.